വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ പാർട്ടായിട്ട് മൊത്തം 5 പാർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇത് ലാസ്റ്റ് പാർട്ടാണ്. നോക്കട്ടെ ഈ പാർട്ടിൽ ഇത് തീരുമോന്ന്. ഇത് 5ാമത്തെ പാർട്ടാണ്. എൻ്റെ അടുത്ത് ഓരോ പാർട്ടും ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ 3ാമത്തെ ചാപ്റ്റർ ഇടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴോ നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റിൽ കുറച്ചുകൂടി ഇടാറുണ്ടെന്ന് ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. അതുകൂടി ഇടാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഇടുകയാണ്. നമ്മളിനി പഠിക്കാനുള്ള പേജ് നമ്പർ 35-ലെയാണ്. നമുക്കൊരു ഇച്ചിരി സ്പീഡിൽ പോവാം, കാരണം ഇച്ചിരി തോനെയുണ്ട് ഇതിനകത്തിൽ. കാരണം നിങ്ങൾക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കി തരണ്ടേ. മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. വീണ്ടും ചില ഗുണന ക്രിയകളെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ, പേജ് നമ്പർ 35-ലെയാണ് കേട്ടോ. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 1.5 liter ഓഫ് വാട്ടർ. 4 such bottle of water was poured into a vessel. How much water is there in a vessel? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ബോട്ടിലിനകത്തിൽ എന്താ 1.5 എന്ന് വെച്ചാൽ എന്താ 1.5 ലിറ്റർ അല്ലേ? ഒരു ബോട്ടിലിനകത്തിൽ 1.5 ലിറ്റർ വെള്ളം. 1.5 ലിറ്റർ വെള്ളം. അങ്ങനെയാണെങ്കിൽ ഒരേപോലത്തെ 4 സച്ച് ബോട്ടിൽ 4 എണ്ണത്തിൽ എത്ര വെള്ളം കൊള്ളുമെന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഈ മോഡല് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ എല്ലാവരുടെയും കയ്യിലുണ്ട്, നോക്കിക്കോട്ടെ കുഞ്ഞിലെ. പേജ് നമ്പർ 35-ലെ ചോദ്യമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞിലെ. ഒരു ബോട്ടിലിനകത്തിൽ എത്ര 1.5 എന്ന് വെച്ചാൽ ഓർത്തോണം 1.5 കേട്ടോ. 1.5 അതായത് മലയാളം മീഡിയക്കാർക്ക് 1.5 കേട്ടോ. 1.5 ലിറ്റർ കേട്ടല്ലോ. അതുപോലെ 4 സച്ച് ബോട്ടിൽ. എത്ര? 4 സച്ച് ബോട്ടിൽ 4. അപ്പം 1.5 ഉണ്ട്, 4 ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ. അപ്പോൾ എത്ര കൊള്ളുമെന്നാണ് നിങ്ങൾ എപ്പം ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നോക്കി നിങ്ങളെ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മിശ്ര ഭിന്നം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ അതൊക്കെ? മിശ്ര ഭിന്നം. ഇതിനെ നമുക്ക് എന്താണ്, അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റണം. പറയുമ്പോൾ എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിക്കും. ഇതൊന്നുമില്ല. അപ്പോൾ നോക്കിയോ നിങ്ങൾ, ഇങ്ങനെ 3 എണ്ണം. അതായത് ഇതൊരു ഓൾ നമ്പറാണ്, ഇതൊരു ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലോട്ട് മാറ്റുന്നതാണ്. ഇതറിയാമെങ്കിൽ നമുക്ക് ഇനിയുള്ള കണക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? താഴെ കിടക്കുന്നതാണ് ഈ സംഖ്യയെ അങ്ങ് ഇൻഡ്യൂ ചെയ്യണം. മനസ്സിലാക്കണേ. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻഡ്യൂ ചെയ്യണം. എന്നിട്ട് ആ കിട്ടിയതിനെ ഈ മുകളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് പ്ലസ് ചെയ്യണം. അതായത് 1 × 2 + 1. ഹലോ, മനസ്സിലായോ? മനസ്സിലാക്കി തരാം. ബൈ താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക. 1 × 2 2 ആണ്. 2 + 1 3 ആണ്. 3/2 എന്നാണ് ഇതിൻ്റെ ആൻസർ. കണ്ടോ, 3/2 എന്നാണ്. ഞാൻ ഇതിനെ ഒന്ന് മാറ്റിയതാണ്, ബോട്ടിലിൻ്റെ അല്ല. ഇതിനെ എങ്ങനെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞാൽ ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഞാൻ ഓർമ്മയോടെ പറയാം. നോക്കണേ, ഇപ്പം 4/5 എന്ന് തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് തന്നു കഴിഞ്ഞാൽ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മിശ്ര ഭിന്നം എന്ന് പറയും. ഇതിനെ മാറ്റാൻ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ഈ കണക്ക് ചെയ്യാൻ പറ്റും. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻഡ്യൂ ചെയ്യണം, അല്ലെ ഗുണിക്കണം. എന്നിട്ട് അതിനെ മേളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട്, ഈ മേളിൽ താഴെ എന്ന് വെച്ചാൽ എന്താ, വരയ്ക്ക് മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററും ഇല്ലേ, അംശവും ഛേദവുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇതിനെ ഓൾ നമ്പർ എന്ന് പറയും. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, താഴെ ഈ കിടക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. താഴെ കിടക്കുന്ന ഏതാ, 5, അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്തു. 3 × 5. എന്നിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് പ്ലസ് ചെയ്യുക, 4. ബൈ ഈ ഡിനോമിനേറ്റർ ഏതാണോ അത് അതുപോലെ എഴുതുക. ഡിനോമിനേറ്റർ ഏത് സംഖ്യയാണെങ്കിലും അത് അതുപോലെ എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ഈ കണക്ക് ചെയ്യാൻ പറ്റും. 3 × 5 15. 15 4 19/5 ആണ് ആൻസർ. ഇതറിയാമെന്നുള്ളതാണ്. മനസ്സിലാക്കണേ കേട്ടോ. ഒരെണ്ണം കൂടെ ഞാൻ പറയാം, അപ്പോൾ ഡൗട്ട് അങ്ങ് പറയും. 2 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, 3 2 1/4 എന്ന് വെച്ചാൽ നോക്കിയേ, താഴെ ഏതാണ്, 2ൻ്റെ കൂടെ 4 ഇൻഡ്യൂ ചെയ്യണം. പ്ലസ് ചെയ്യേണ്ട ഏതാ, 1. അപ്പം 2 × 4 താഴെ ഏതാണോ കിടക്കുന്നത് അത് തന്നെ 4. 2 × 4 8. 8 + 1 9/4. അപ്പോൾ ഇതറിയാമെങ്കിൽ ഇനിയുള്ള കണക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ബോട്ടിലിൽ എന്താ, നമുക്കത് നോക്കാവുന്നില്ല. ഒരു ബോട്ടിലിൽ 1.5 ലിറ്റർ ആണെങ്കിൽ
അങ്ങനെ 4 ബോട്ടിൽ നമ്മളിപ്പം 1.5 1.5 1.5 ഇങ്ങനെ 4 വട്ടം ഒന്നുകിൽ എഴുതാം കേട്ടോ. എന്ന് വെച്ചാൽ 4 ബോട്ടിൽ ഞാൻ ഇങ്ങനെ ഒന്നും എഴുതിണ്ട, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. കണ്ടോ 1.5 ഇങ്ങനെ 4 വട്ടം എഴുതണം. അങ്ങനെ ആണെങ്കിൽ ഇപ്പം 4 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വലിയ വലിയ സംഖ്യ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 വട്ടമാണെന്നൊക്കെ വെച്ചാൽ നമ്മൾ 10 1.5 എന്നും പറഞ്ഞിരിക്കുമോ? ഇല്ല ഇല്ല, ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പം 4 എന്താണ് 1.5 ഉണ്ട് എന്നാണ്. മനസ്സിലായോ? 4 1.5 മനസ്സിലാക്കണേ നിങ്ങൾ. കാരണം ഒരു ബോട്ടിൽ 1.5, അടുത്ത ബോട്ടിൽ 1.5, അടുത്ത ബോട്ടിൽ 1.5, അടുത്ത ബോട്ടിൽ 1.5. അപ്പം മൊത്തം എത്ര ബോട്ടിലുണ്ട്? 4. 4 × 1.5. അപ്പോൾ ഈ 1.5 നമുക്ക് ഒന്ന് മാറ്റരുതോ? ഇത് മിക്സർ അല്ലേ? എങ്ങനെയാ? താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടണം. 1 × 2 2, 2 1 3, 3/2 അല്ലേ? 3/2 എന്ന് എഴുതി കൂടായോ? മനസ്സിലായോ? ഇതെങ്ങനെയാണ് വന്നതെന്ന്? ഒരു 2 2 1 3/2. സംശയമുണ്ടോ ഇതിനാർക്കെങ്കിലും? ഉണ്ടോ? ഇനി 4 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 4 × 3 12, 12/2 = 6 ബോട്ടിൽ കേട്ടോ. ഇത് നമ്മൾ ആദ്യം പോലെ ചെയ്യുന്ന മോഡലായില്ലേ കേട്ടോ. മനസ്സിലാക്കണേ. അതായത് ടെസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ 6 ബോട്ടിൽ എത്ര, 2 ബോട്ടിൽ എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. നോക്കൂ നിങ്ങൾ ഇവിടെ അങ്ങനെ 2 ലിറ്റർ ബോട്ടിൽ 2 ലിറ്റർ ബോട്ടിൽ ദെൻ 6 ലിറ്റർ ഹാവ് 1/4 അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ 3 × 2 1/4. അതായത് ഒരു കുപ്പിയിൽ 2.25 കേട്ടോ. നമ്മുടെ ടെസ്റ്റിലത്തെ തന്നെ ചോദ്യം അതാണ്ടിത്. സപ്പോസ് വി പോഡ് വാട്ടർ 3 ബോട്ടിൽ, ചോദ്യം കേട്ടോണേ, 3 ബോട്ടിൽ ഈച്ച് കണ്ടെയ്ൻ 2 1/4 അതായത് 2.25 ലിറ്റർ ഇൻറ്റു ദ വെസൽ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു കുപ്പിയിൽ 2.25 ലിറ്റർ വെള്ളം കൊള്ളും. ഒരു കുപ്പിയിൽ എത്ര കൊള്ളും? ഏതെങ്കിലും ഒരു കുപ്പി നിങ്ങൾ എടുക്കുക. ഇതൊരു കുപ്പിയാന്ന് വിചാരിച്ചാൽ ഈ കുപ്പിയിൽ 2.25 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് കുപ്പിയാന്ന് വിചാരിച്ചാൽ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 3 കുപ്പി വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു. അങ്ങനെ ഈ 2.25 ഇതിലെ 3 കുപ്പി വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു? വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രത്തിൽ അപ്പോൾ എത്ര വെള്ളമുണ്ട്? ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചത്. 2.25 ലിറ്റർ എന്ന് വെച്ചാൽ ഇതാണ്. അത് എത്ര എണ്ണത്തിൽ ഒഴിച്ചു? 3.25. മുമ്പ് നമ്മൾ എഴുതിയ പോലെ 2.25 + 2.25 + 2.25 അങ്ങനെ എഴുതണോ? ഇങ്ങനെ അങ്ങ് എഴുതിയാൽ പോരെ? മനസ്സിലാക്കണേ നിങ്ങളെ. മാത്സ് ആണ്. ഇപ്പം 3 വട്ടം 2.25 എന്ന് വെച്ചാൽ 2 1/4. അതിനായി കാലെന്ന് പറയുന്നത് കേട്ടോ ക്വാർട്ടർ. അപ്പം 3 × 3 വട്ടം 2.25 ഉണ്ട് എന്നാണ്. അപ്പം അതിനെ എങ്ങനെ ചെയ്യുമെന്നാണ്. ഇതിനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് ആ രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത രീതി തന്നെ ചെയ്യാം. എങ്ങനെയാ? ഞാൻ ഇങ്ങോട്ട് മാറ്റിയിടാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാവും നിങ്ങളെ 2 1/4 × 3 എന്നാണ് അല്ലേ? 2 1/4 × 3 എന്നാണ്. അപ്പോൾ എന്താണെന്നറിയോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പം 3 × 2 1/4 എന്ന് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വേണ്ടേ? ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി എങ്ങനെ എഴുതി കേട്ടോ. ഇത് നോക്കിയേ, ഇത് ബ്രാക്കറ്റിനകത്ത് കിടക്കുക. മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾ കേട്ടോ. നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ കേട്ടോ. അതായത് നമുക്ക് ഈ രീതി വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ മുമ്പ് പറഞ്ഞ രീതിയിൽ 3നെ അതുപോലെ എഴുതുക. ഇൻറ്റു 2 × 4 8, 8 1 9, 9/4 അത് ഇല്ലയോ? ഇങ്ങനെ വരത്തില്ലേ? അതായത് മുമ്പ് ചെയ്ത് താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേലിൽ കിടക്കുന്ന കൂട്ടുക. 2 × 4 8, 8 1 9, 9/4. ഇനി നോക്കിയാൽ 3 × 9 27, 27/4. 24ൻ്റെ ടേബിൾ 27 വരുമോ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 4 24 ശിഷ്ടം 3 ഇങ്ങനെ വരും. മനസ്സിലായോ? ഇങ്ങനെ വരും. അതായത് ഈ ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ താഴെ എഴുതുക, ശിഷ്ടത്തിനെ മേളിൽ കൊടുക്കുക, കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ രീതി വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനി അല്ലാതെയും ചെയ്യാം, വേറെ രീതിയും ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. നോക്കിയേ, ഈ വെളിയിൽ കിടക്കുന്ന 3 ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ രീതി ചെയ്താൽ മതി കേട്ടോ. ഈ നോക്കിയേ, ഇത് ബ്രാക്കറ്റിനകത്ത്. അപ്പോൾ ഈ വെളിയിൽ കിടക്കുന്ന ആൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളിനെ പോയി കാണുക എന്നുള്ളതാണ്. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഈ എന്താണ് ഇപ്പം 2 + 1/4 അതായത് 2
1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിന് 2 + 1/4, കാരണം 2 1/4, 2 1/4 ആട്ടോ, അതുകൊണ്ടാണ്. അപ്പം 3 പോയിട്ട് 2വിനെ കാണണം. ആദ്യം ആരാ? 3 പോയിട്ട് 2വിനെ കാണണം. 3 പോയി 2വിനെ കണ്ടു. പിന്നെയോ 3 പിന്നെ അടുത്ത ആളെ പോയി കാണാം. എങ്ങനെയാ? +3 പോയിട്ട് ആരെയാ? 1/4നെ കാണാം. ആരെയാ? 1/4നെ കാണാം. അതായത് വെളിയിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അത് പോയിട്ട് അകത്ത് കിടക്കുന്ന ഓരോരുത്തരെയും പോയി കാണുക എന്നുള്ളതാണ്. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. അപ്പം നോക്കിക്കേ, 3 × 2 6 പ്ലസ് 3 × 1 3/4 കണ്ടോ? അതായത് 6 3/4 എന്ന് കിട്ടും. മുമ്പലത്തെ നോക്കിയേ, 6 3/4. ഇപ്പം നിങ്ങളേക്ക് ഇതാ എളുപ്പമെന്നല്ലേ? നമ്മുടെ ടെസ്റ്റിൽ ഇതിൻ്റെ ഓരോ രീതിയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഞാൻ ഇത് മനസ്സിലായെങ്കിൽ എളുപ്പമാവും നിങ്ങൾ കേട്ടോ. 2 4 8 1 9/4 ഇൻറ്റു അടിച്ചാണ്ടിത്. ഒരിക്കലും മുകളിൽ വലിയ, അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആൻസർ എഴുതരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, ഈ ആൻസർ നമ്മൾ തെറ്റിക്കരുത്. താഴെ എന്ത് സംഖ്യയാണോ വരുന്നത് അത് താഴെ തന്നെ ഇട്ട് കൊടുക്കുക. ഹരണഫലം അല്ലെങ്കിൽ കോഷ്യൻ്റ് ഏതാണോ വരുന്നത് ആ കോഷ്യൻ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുക്കുക. റിമൈൻഡർ എപ്പോഴും മേളിൽ എഴുതുക കേട്ടോ. അവിടാണ്. ഇനി ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? എളുപ്പമല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. നമുക്ക് എക്സർസൈസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എക്സർസൈസ് നോക്കൂ നിങ്ങളെ. ടെസ്റ്റിലെ ഒന്നാമത്തെ നോക്കിയേ. ടെസ്റ്റിൽ വേറെ ഉണ്ടോ? ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്. ഇൻ അനദർ വേ 2.4 എന്ന് പറയുന്നത് 9/4 2 4 8 9/4 ലിറ്റർ ആക്കാം. നമ്മളതിന് അങ്ങനെ ചെയ്തതാണ് അല്ലേ? 9/4 ഇപ്പോൾ ചെയ്തായിരുന്നല്ലോ. അതാണ്ട് അനദർ കണ്ടോ, ഇങ്ങനെയും ചെയ്യാം. നമ്മളത് നേരത്തെ ചെയ്തായിരുന്നു. പിന്നല്ല. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ പേജ് നമ്പർ ഇതുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങളെ. 1.5 meter ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട്. ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ 5 such ഷർട്ട്? ചോദ്യം കേട്ടല്ലോ. അതായത് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുപ്പായം തുന്നാൻ എന്താ അല്ലേ, 1.5 മീറ്റർ തുണി വേണം. ഒരു കുപ്പായം, ഒരു ഷർട്ട് തുന്നാൻ മീൻസ് അതാണ്, ഒരു ഷർട്ട് നമുക്ക് തയ്ക്കാൻ 1.5 മീറ്റർ തുണി വേണം. അതേപോലുള്ള 5 ഷർട്ട് തയ്ക്കാൻ അല്ലെ 5 കുപ്പായം തയ്ക്കാൻ എത്ര തുണി വേണം? എളുപ്പമല്ലേ? മനസ്സിലാക്കണമെങ്കിൽ ഒരു ഷർട്ട് തയ്ക്കാൻ 1.5 മീറ്റർ തുണി വേണം കേട്ടോ. അപ്പോൾ ഒരു കുപ്പായം, മലയാളം മീഡിയക്കാർക്കായി കുപ്പായം എന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങൾ? ഒരു കുപ്പായം തയ്ക്കാൻ, കുപ്പായം അല്ലെങ്കിൽ ഷർട്ടെന്ന് കേട്ടോ. കുപ്പായം തുന്നാൻ നാട്ട്, തയ്ക്കാൻ നമ്മൾ ചില ഇതിൽ തുന്നാൻ വേണ്ട തുണി നമുക്ക് പറയുന്നുണ്ട്. വേണ്ട തുണി എത്ര നിങ്ങളെ? 1.5 മീറ്ററാണ് കേട്ടോ. അതായത് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പം ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട് എന്ന് വേണേൽ പറയാം അല്ലേ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ക്ലോത്ത് ഈസ് നീഡഡ്, ആവശ്യത്തിനുള്ള, നീഡഡ് ഫോർ എ. ഇനി ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായ ആ രീതിയിൽ എഴുതുക. 1.5 മീറ്ററാണ് ഒരു ഷർട്ട് തയ്ക്കാൻ ആവശ്യമുള്ള തുണി. അങ്ങനെയാണെങ്കിൽ 5 കുപ്പായങ്ങൾ തുന്നാൻ വേണ്ട തുണി എത്ര ആണെന്ന് നമ്മളോട് ചോദിച്ചത്. 5 കുപ്പായം തുന്നാൻ വേണ്ട തുണി അല്ലേ? അങ്ങനെ റിക്വയർഡ് 5 ഷർട്ടെന്ന് എഴുതിയാലും മതി കേട്ടോ. ഇത് ഇത്രയും വാരി വലിച്ച് ചോദ്യം എഴുതണ്ട. ക്ലോത്ത് ഓഫ് അല്ലെങ്കിൽ 5 ഷർട്ട് പെട്ടെന്നൊക്കെ കണ്ട് 5 ഷർട്ടിനാണെങ്കിൽ അപ്പം എത്ര ക്ലോത്ത് വേണമെന്നാണ് ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഒരു ഷർട്ടിന് 1.5 മീറ്ററാണ് അല്ലേ? അപ്പോൾ 5 ഷർട്ടിന് 5 × 1.5 ചെയ്താൽ പോരെ? ഒരു ഷർട്ടിന് 1.5 ആകുമ്പോൾ 2 ഷർട്ടിന് 1.5 അല്ലേ? അടുത്ത ഷർട്ടിന് 1.5 അങ്ങനെ 5 എണ്ണം ആകുമ്പോൾ നമുക്ക് അങ്ങനെ മുമ്പ് ഞാൻ പറയില്ല അങ്ങനെ എഴുതണ്ട, എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. 5.5 എളുപ്പമല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ മുമ്പ് 2 രീതി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായ ആ രീതി ചെയ്യുക. ഞാനിവിടെ 2 രീതിയും കാണിക്കാം. അപ്പോൾ നോക്കൂ നിങ്ങളെ. 5 × 1.5 നമുക്ക് ഈ 1.5 മാറ്റാം. 5 × താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യുക. 1 × 2 2 2 1 3. മേളിൽ കിടക്കുന്ന സംഖ്യ എന്ത് ചെയ്യണം? കണ്ടോ? 5 × 3 15. 15/2 കിട്ടും.
നമുക്ക് എപ്പോഴും അറിയാം മുകളിൽ തരുന്ന സംഖ്യ നമുക്ക് ചെയ്തു കഴിഞ്ഞു, പക്ഷേ മുകളിൽ തരുന്ന സംഖ്യ വലുതും താഴെ കിടക്കുന്ന സംഖ്യ ഒരിക്കലും ചെറുതും വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. 15 ഡിവൈഡ് 2, 7 2 14 ശിഷ്ടം 1. അപ്പം നമ്മൾ എപ്പോഴും എഴുതണം കോഷ്യൻ്റ്. ഈ മണ്ടയ്ക്ക് വരുന്ന ആളാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ, അയാളെ വേണം ഫസ്റ്റിൽ എഴുതാൻ 7. ഇനി താഴെ ഏത് സംഖ്യയാണോ ഡിനോമിനേറ്റർ എഴുതുന്നത് അത് തന്നെ വേണം ഇവിടെ എഴുതാൻ. ശിഷ്ടം എപ്പോഴും എന്ത് ചെയ്യും, മേളി. നോക്കിയേ, 7.5 മീറ്റർ. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ മറ്റേ രീതി വേണേ ചെയ്യാം അല്ലേ? മറ്റേ രീതി ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? 5 ഇൻറ്റു എങ്ങനെ എഴുതാം, 1 + 1/2 1.5 അല്ലേ? ഇതിനെ നിങ്ങൾ ബ്രാക്കറ്റിൽ എടുത്തിട്ട് 5 പോയിട്ട് 1 കാണുക, 5 പോയിട്ട് 1/2 കാണുക. അതായത് 5 പോയിട്ട് ആദ്യം 1 കാണണം, പ്ലസ് 5 പോയിട്ട് 1/2 കാണണം, 1/2 കാണണം അല്ലേ? അപ്പോൾ എത്ര? ഒരു 5 പ്ലസ് 5/2 കണ്ടോ? 5/2 കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇനി നോക്കിക്കേ, 5ഉം 5 പ്ലസ് ഉണ്ടോ 5/2 എന്നാണ് ഇവിടെ വന്നത്. ഈ 5/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നോക്കിയേ, മുകളിൽ വലുതും താഴെ ചെറുതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5നെ അങ്ങനെ ഒരിക്കലും നമുക്ക് നോക്കിയേ ഇവിടെ 5/2 എന്നൊരു ആൻസർ വരത്തില്ല. കാരണം നോക്കിയേ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും എന്നൊരു ആൻസറേ വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 2 4 ശിഷ്ടം 1. നോക്കൂ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്ക് 5 + 2 എത്ര? താഴത്തെ ഈ 2 അതുപോലെ എഴുതുക, 1. കണ്ടോ? നോക്കിയേ, 5ഉം 2ഉം എത്ര? 7. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്, ഒരു അരയും കൂടെ ഉണ്ട്, 7.5 മീറ്റർ. കണ്ടോ? ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് എളുപ്പ വഴിയാണിത്, എല്ലാം എളുപ്പ വഴിയാണ്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായ ആ രീതി ചെയ്യണം കേട്ടോ. ഞാൻ 2 രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ അടുത്ത ദ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഓക്ര. ഓക്ര എന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, കറക്റ്റ് അതാ കേട്ടോ. ഓക്ര വെണ്ടയുണ്ടല്ലോ, വെണ്ടയ്ക്ക അത് തന്നെ. ഈസ് 30 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kg? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാമിന് എത്ര രൂപയാവുമെന്ന് കേട്ടോ. മനസ്സിലാക്കണേ, 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില നമുക്ക് സ്റ്റെപ്പ് എഴുതി തന്നെ എഴുതണം കേട്ടോ. 1 കിലോഗ്രാം വെണ്ടയ്ക്ക മീൻസ് ഒക്ര, വെണ്ടയ്ക്കയുടെ വില ഈസിക്കൽ ടു എത്ര? 30 രൂപ അല്ലേ? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില. ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പറയാം? ദ പ്രൈസ് ഓഫ് 1 kg. അത്രയും വാരി വലിച്ചെഴുതണ്ട. 1 kg ഓഫ് ഒക്ര. വാരി വലിച്ചൊന്നും എഴുതണ്ടാവും നിങ്ങളെ ഉമ്മാതെ. ഒക്ര 30 റുപ്പീസ് കേട്ടോ, 30 റുപ്പീസ്. ഇനി അടുത്ത വെച്ചേക്കുന്നത് എന്താ? 2.5 കിലോഗ്രാമിൻ്റെ വില, 2.5 kgയുടെ വില കേട്ടോ. എങ്ങനെ എഴുതാൻ? 2.5യുടെ 30 രൂപയാണ്. എന്തോത്തിനാ? 2.5 കിലോഗ്രാമിൻ്റെ വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചു. 1 കിലോഗ്രാം വെണ്ടയ്ക്കയ്ക്ക് 30 രൂപയാണെങ്കിൽ 2.5 കിലോയ്ക്ക് അല്ലേ? എങ്ങനെ എഴുതാം? 30 ഇൻറ്റു ഇല്ലേ 2.5. നമുക്ക് 2 രീതിയിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനി ഏതാണോ മനസ്സിലായെന്ന് അറിയത്തില്ലല്ലോ. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 30നെ അതുപോലെ എഴുതുക, ഇൻറ്റു 2 ഇൻറ്റു താഴെ കിടക്കുന്നതിന് ഇൻറ്റു ചെയ്യുക, വെള്ളി കിടക്കുന്നത് കൂട്ടുക. 2 ഇൻറ്റു 2 4, 4 1 5 അല്ലേ? 5/2 കണ്ടോ? 5/2. 30 ഇൻറ്റു 5 എത്ര? 3 5 15. 150/2 കണ്ടോ? 150/2. അതായത് 150നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 2 14, 10, 5 2 10, 75 രൂപ. 75 വന്ന കണ്ടോ? ആൻസർ 70. 150ൻ്റെ പകുതി 75 ആണെന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് അറിയണ്ടേ. 75 കണ്ടോ? ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെ നിങ്ങൾക്ക് ഏതാ നിങ്ങളെ മനസ്സിലാവുന്നത്? അതായത് 30 പ്ലസ് അല്ലേ, പിന്നെ അല്ല ഇൻറ്റു, പ്ലസ് അല്ല ഇൻറ്റു 2.5, 2 പ്ലസ് 1/2. ഇതിനെ ബ്രാക്കറ്റിലിടുക. 30 പോയിട്ട് 2നെ കാണുക, 30 പോയിട്ട് 1/2 കാണുക. 30 പോയിട്ട് ആദ്യത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ കാണുക, പ്ലസ് 30 പോയിട്ട് രണ്ടാമത്തെ ആളിനെ പോയി കാണുക. 30 ഇൻറ്റു 2 60 പ്ലസ് 30 ഇൻറ്റു 30 ഇൻറ്റു 1 30/2.
അപ്പം 60 പ്ലസ് 30/2 എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? അതായത് 30ൻ്റെ പകുതി എത്ര? 15 കേട്ടോ. 30ൻ്റെ പകുതി ഏത് സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എന്നാണ്. 60ഉം 15ഉം 75 രൂപ. കണ്ടോ, എങ്ങനെ ചെയ്താലും കിട്ടും. അതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ, മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. ഓക്കെ, അടുത്ത ഞാൻ സ്പീഡിൽ പോകുന്നു വിചാരിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്ത ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ 1 മണിക്കൂറിൽ നടക്കുന്നത്. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നാണ്. എ പേഴ്സൺ walks 2.5 കിലോമീറ്റർ ഇൻ ആൻ അവർ അറ്റ് ദ സെയിം സ്പീഡ്സ് ഹൗ ഫാർ വിൽ ബി വോക്ക് ഇൻ 1.5 അവർ എന്നാണ് ചോദിച്ചേക്കുന്നത്. 1 മണിക്കൂറിൽ അദ്ദേഹം എത്ര നിങ്ങൾ നടക്കുന്നത്? 1 മണിക്കൂറിൽ അല്ലേ, 1 മണിക്കൂർ അല്ലെ, മണിക്കൂറിൽ അല്ലേ നടക്കുന്ന ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. നടക്കുന്ന ദൂരം തന്നിട്ടുണ്ട്. എത്ര? 1 മണിക്കൂറിൽ അയാൾ നടക്കുന്നത് 2.5 കിലോമീറ്ററാണ്. 2.5 കിലോമീറ്റർ 1 മണിക്കൂറിൽ അയാൾ നടക്കുന്നത് കേട്ടോ. എ പേഴ്സൺ വോക്ക് ചെയ്യുന്ന എത്ര? പേഴ്സൺ വോക്ക് ചുരുക്കിയല്ല എഴുതിയേക്കോ കേട്ടോ. എത്ര? 2.5 km ആണ്, kg അല്ല km കേട്ടോ. കിലോമീറ്റർ, കിലോഗ്രാം അല്ല, km കിലോമീറ്ററിലാണ് നടക്കുന്നത്. പിന്നെ 1.5 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ദൂരം എത്രയാണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ വോക്ക് ഇൻ 1.5 അവർ എന്ന് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത്, അല്ലാതെ മറ്റുള്ളവർ എന്ത് എഴുതുന്നല്ല കേട്ടോ. ഇത് രണ്ടാമത്തെ വരി വേണമെങ്കിൽ വോക്ക് ഇൻ 1.5 അവർ, 1.5 മണിക്കൂർ നടക്കുന്ന ദൂരം എത്രയാണ് അയാൾ കേട്ടോ. എത്ര? 1.5 മണിക്കൂർ നടക്കുന്ന ദൂരം കേട്ടോ. 1.5 വന്നാൽ എങ്ങനെയാണെന്നറിയാം? 1.5 മണിക്കൂർ നടക്കുന്ന ദൂരം എത്രയാണ്? 1 മണിക്കൂർ നടക്കുന്ന എത്ര? 2.5 അപ്പോൾ 1.5 മണിക്കൂർ നടക്കുന്നത്. നോക്കിയാൽ രണ്ടും ഫ്രാക്ഷനിലാണ് വന്നേക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷനാണ് വന്നേക്കല്ലേ. ചോദ്യം മനസ്സിലാക്കണേ നിങ്ങൾ. ഇതെല്ലാം ആരെ വന്നുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. 1 മണിക്കൂർ നടക്കുന്ന ദൂരം 2.5 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ദൂരം എത്ര എന്നാണ് അറിയേണ്ടത്. നോക്കിയാൽ രണ്ടും എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാവുന്നത്. അപ്പം എന്താ? 1 × 2 2, 2 1 3/2 ഇൻറ്റു 2 × 2 4, 4 1 5/2 കണ്ടോ. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയാൽ എങ്ങനെ ചെയ്താൽ മതി? നേരെ അങ്ങ് ചെയ്താൽ 3 × 5 15/2 2 × 2 4. നോക്കിയേ, മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ എന്തോ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ വേണ്ടത്? അപ്പോഴേ അങ്ങ് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്തോണം. 3 4 12 ശിഷ്ടം 3. അപ്പോൾ എങ്ങനെ എഴുതും? ഈ കോഷ്യൻറ്റിനെ ഫസ്റ്റ് ലെഫ്റ്റിൽ എഴുതുക. ഈ താഴെ തരുന്ന 4 തന്നെ ആയിരിക്കും എല്ലായിടവും 4. റിമൈൻഡർ 3 എടുത്ത് മേളിലിടുക. 3.25 ഇവിടുത്തെ ആൻസർ. 3.25 കിലോമീറ്റർ ആണ് എടുക്കേണ്ടത്. കണ്ടോ, മനസ്സിലാക്കണേ. ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. 1 മണിക്കൂർ നടന്ന ദൂരം 2.5 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ. 1 മണിക്കൂർ നടന്നത് 2.5 കിലോമീറ്റർ ആണെങ്കിൽ അരമണിക്കൂറിൽ നടന്നത് എത്ര ആയിരിക്കും? അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കണം കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന്? 3.25 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അടുത്ത റോണിയുടെ കയ്യിൽ, നമ്മുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ഇതെല്ലാം കേട്ടോ. അടുത്ത ഇതാണ് ചോദ്യം. റോണി ഹാസ് 36 സ്റ്റാമ്പ് വിത്ത് ഹെർ. സഹിറ സേ he has 2.5 times this. How many stamp does സാഹിറ ഹാവ്? അതായത് റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട് കുഞ്ഞുങ്ങളെ. അറിയില്ല, റോണിയുടെ കയ്യിൽ 4ാമത്തെ ചോദ്യമാണ്. 36 സ്റ്റാമ്പ് ഉണ്ട്. അതിൻ്റെ 2.5 മടങ്ങ് നോക്കിക്കോണേ നിങ്ങളെ. 2.5 മടങ്ങ്, ടൈംസ് എന്നൊക്കെ പറയത്തില്ലേ? 2.5 ടൈംസ്, ടൈംസിൻ്റെ മലയാളം ഈ മടങ്ങെന്ന് പറയുന്നത് കേട്ടോ. 10 വട്ടം 20 വട്ടം എന്നൊക്കെ പറയുന്നത് അതാ തൻ്റെ കയ്യിലുണ്ടെന്ന് സഹീറ പറയുന്നത്. അതപ്പോൾ എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. എന്താ? റോണിയുടെ കയ്യിൽ, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ, റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുണ്ട്. അതിൽ 2.5 മടങ്ങ്. അപ്പോൾ എത്ര റോണിയുടെ കയ്യിലെ സ്റ്റാമ്പ് അല്ലേ? റോണിയുടെ കയ്യിലെ സ്റ്റാമ്പ്
എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 36 അല്ലേ? റോണി ഹാസ് സ്റ്റാമ്പ് എത്ര? 36 അല്ലേ? ഇനി സാഹിറ എന്താ പറഞ്ഞത്? സാഹിറയുടെ കയ്യിലെ സ്റ്റാമ്പിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കാം കുഞ്ഞുങ്ങളെ. സഹിറയാണോ സാഹിറയാണോ? സാഹിറ അല്ലേ? സഹിറ എന്ന് പറയൂ. സാഹിറയുടെ കയ്യിലെ സ്റ്റാമ്പ് എത്ര ഉണ്ട്? സ്റ്റാമ്പിൻ്റെ എണ്ണം 2.5 മടങ്ങ് കൂടുതലാണ് അല്ലേ? അപ്പം 2.5 മടങ്ങ് കൂടുതലാണ്. ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ക്ലൂവും അതിൻ്റെ ആൻസറും എല്ലാം. അതിൽ ആൻസറില്ല എല്ലാം കണ്ടോ. റോണിയുടെ കയ്യിലെ സ്റ്റാമ്പ് 36, സാഗരയുടെ കയ്യിലെ സ്റ്റാമ്പോ 2.5 മടങ്ങ് കൂടുതലുണ്ടെന്നോ അല്ലേ? 2.5 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സാഹിറ പറയുന്നത് കേട്ടോ. അതിൻ്റെ 2.5 മടങ്ങ് കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങ് ചെയ്താൽ മതി. എത്ര? 36 ഇൻറ്റു എല്ലാം ഇൻറ്റു, അതിനകത്തിലൊന്നും പേടിക്കണ്ട, 2.5 കണ്ടോ. 2.5 നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യരുതോ. എങ്ങനെയാ? 36 ഇൻറ്റു 2 ഇൻറ്റു 2 4 പ്ലസ് 1 അപ്പോൾ 5/2 എത്ര? 36 ഇൻറ്റു 5 36 ഇൻറ്റു 5 6 5 30 3 3 5 15 3 18 180/2 180ൻ്റെ പകുതി 90. അപ്പോൾ 90 എണ്ണമാണ്, 90 സ്റ്റാമ്പ് അവരുടെ കയ്യിലുണ്ടത്. ഇതിനെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ എങ്ങനെ ചെയ്യാം ചെയ്യാം കുഞ്ഞുങ്ങളെ, അതുകൂടെ വേണേൽ ഒന്ന് കാണിക്കാം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അതാണ് എളുപ്പം മനസ്സിലായെങ്കിലോ. 2 + 1/2 കണ്ടോ. ഇതിനെ ബ്രാക്കറ്റിൽ കയറ്റുക. 36 പോയിട്ട് ആദ്യമേ ആരെ കാണുക? 36 പോയിട്ട് 2നെ കാണുക. പ്ലസ് 36 പോയിട്ട് ആരെ കാണുക? അരയെ കാണുക, ഹാഫിനെ കാണുക. 36 ഇൻറ്റു 2 എത്ര? 2 6 12 2 3 6 72 പ്ലസ് 36/2. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 18 അല്ലേ? 8 8 18 ഓക്കെ 18 കണ്ടോ. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 നോക്കിയേ. 72 18 90. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. 4ാമത്തെ കേട്ടോ. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കുന്നില്ല. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും എന്നാണ്. ജോജി ദിവസവും 4.5 മണിക്കൂർ. ജോജി വർക്ക് 4.5 hours ഈച്ച് ഡേ. ഹൗ മെനി ഹവർ ഡസ് ഹി വർക്ക് ഇൻ 6 days? ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും എന്നാണ്. ചോദ്യം എളുപ്പമല്ലേ? അപ്പോൾ ജോജി നമുക്ക് തന്നിരിക്കും നോക്കാം. ജോജി ഒരു ദിവസം ചെയ്യുന്ന സമയം എത്ര? ജോലി ചെയ്യുന്ന സമയം, ജോലി ചെയ്യുന്ന ഒരു ദിവസത്തെ അല്ലേ, ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസത്തെ സമയം പറയുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 4.5 അല്ലേ? 4.5 അവർ മണിക്കൂർ പറയുന്നുണ്ട് കേട്ടോ. ജോലി ചെയ്യുന്ന ഒരു ദിവസത്തെ സമയം എന്ന് വെച്ചാൽ 4.5 hour എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ? 6 ദിവസം അല്ലേ? 6 ദിവസം ജോലി ചെയ്യുന്നത്. ഇംഗ്ലീഷ് വേണോ നിങ്ങൾ? ഇംഗ്ലീഷ് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ജോലി ചെയ്യുന്നത് 6 ദിവസം ജോലി ചെയ്യുന്നത് എത്ര എന്നാണ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടല്ലോ. എന്താ? 6 ദിവസം ഇൻറ്റു 4.5 ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 6 ഇൻറ്റു 4.5 4 ഇൻറ്റു 2 8 8 1 9/2 കണ്ടോ. 6 9 9 6 54/2. 54ൻ്റെ പകുതി എത്ര? 9/2 അല്ലേ? ഓഹോ. 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ കുഞ്ഞുങ്ങളെ. 3 2 6 ഇവിടെ ഒരു സംതിങ് വന്നില്ലേ? 2 4 8 1 9 തന്നെ അല്ലേ? 6 അല്ലേ? ഓക്കെ. 20 2 2 4 14 7 27 അവറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. വേറെ രീതി ചെയ്യാൻ അങ്ങനെ എഴുതും. 6 പോയി 4നെ കാണണം, 6 പോയി അരയെ കാണണം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്ക് ആൻസർ എത്ര? 27 അവറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ? 6 ദിവസത്തെ
സംശയമൊന്നും ഇല്ലല്ലോ. ഇതുപോലെ മാറ്റി ഇത് തന്നെ ഒന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകരുത്. ഈ മോഡലായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പരീക്ഷയ്ക്കും ക്വസ്റ്റിനകത്തിൽ നമ്മുടെ ടെസ്റ്റിനകത്തിലൊന്നും ചോദ്യമല്ല, മോഡൽ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. ഒരിക്കലും ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. എല്ലാത്തിൻ്റെയും ജോജി ദിവസവും 4.5 മണിക്കൂർ ജോജി മാറ്റിയിട്ട് വേറെ ആരെല്ലാം പേരായിരിക്കും തരുന്നത്. അയാൾ 4.5 മണിക്കൂർ ജോലി ചെയ്യുമെങ്കിൽ ഇപ്പം 5 ദിവസമായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം എന്താ 5 × 4.5 എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അത് വെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ മനസ്സിലാവുന്നത് ആ മെത്തേഡിൽ ചെയ്യുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ പേജ് നമ്പർ 38 നിങ്ങളെ ഇവിടെ കാൽക്കുലേറ്റ് ദ ഫോളോയിങ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് 4 × 5 1/3 കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കത് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ എന്താ 4 × 5 1/3. ഈ ടൈംസ് എന്ന് കേട്ടാലേ നിങ്ങൾ എന്തോ ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ലോ ഒന്നും വിചാരിക്കേണ്ടതൊന്നുമില്ല. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ എന്താ 4 ടൈംസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ 4 × ഗുണിക്കാനാണ്. എന്താ 5 1/3. ഇപ്പം നമ്മൾ ആ പഠിച്ച രീതി തന്നെ ചെയ്താൽ മതി. 4 × 5 × 3 താഴെ കിടക്കുന്ന ഇൻറ്റു ചെയ്യുക, മേലിൽ കിടക്കുന്ന കൂട്ടുക. 5 3 15, 15 1 16/3 കേട്ടോ. ഇതിനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇതിനെ എന്താ ഈ 16നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 16നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര 5 3 15 ശിഷ്ടം 1. എങ്ങനെ എഴുതാൻ പറ്റും? 4 × എങ്ങനെ ഇതിനെ എങ്ങനെ എഴുതുന്നത് 5 അല്ലേ, താഴെ തരുന്ന 3 അതുപോലെ എഴുതാൻ പഠിച്ചിട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം നോക്കിയേ 5 4 20 കാണാൻ പറ്റുന്നുണ്ടോ? 4 × 5 20 1/3 എന്ന് വരും. എന്നാൽ 20 1/3 എന്നല്ലേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അതിനെ 3 15 ഒന്നും 16/3 നമ്മൾ എഴുതിയല്ലോ. പിന്നെ നമ്മളിനി അതിനെ ചെയ്യേണ്ട കാര്യമില്ല ഇല്ലയോ. കാരണം പിന്നെ 5 എങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അപ്പം 4 × 16 16 4 6 4 24 ശിഷ്ടം 2 1 4 4 2 6. അപ്പം ആൻസർ 6 24 64/3 എന്ന് വരും കേട്ടോ. 64/3. അതായത് 64നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 3 6 4 20 വരും. 20 20 3 60 വരും. ശിഷ്ടം 4 അങ്ങനെ വരുന്നത് അല്ലേ. മനസ്സിലായോ? 20 വന്നാൽ എങ്ങനെയാവും നിങ്ങൾ? അതായത് 2 3 6 ഇത് തെറ്റിപ്പോകരുത് കേട്ടോ മിക്കവാറും ഉള്ളവർക്കെല്ലാം. കാരണം പിന്നെന്താ 4 വന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിലെ കണക്കൊക്കെ ചോദിക്കും. 2 3 6 അല്ലേ. പിന്നെ നോക്കിയാൽ 4. അപ്പം നമ്മൾ വിചാരിക്കും 2 കോഷ്യൻ്റ് 2 2 3 6 വരും. പക്ഷെ ഇവിടെ 60 64 അല്ലേ. അപ്പം 20 കേട്ടോ. 20 3 60 ശിഷ്ടം 4 മനസ്സിലാക്കണേ. അപ്പം എങ്ങനെ വരും? 20 4 20 എത്ര 3 താഴെ 4 മേളി ഇങ്ങനെ വരും അല്ലേ. ആൻസർ ഇങ്ങനെ വരത്തില്ല. 20 4. അപ്പം നോക്കിയോ നിങ്ങൾ ഇവിടെ നോക്കിയേ, മേളിൽ നോക്കിയേ വലുതും താഴെ ചെറുതുവാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് 4നെ 3 കൊണ്ട് ചെയ്യണം. 1 3 3 ശിഷ്ടം 1 കണ്ടോ. അങ്ങനെ ആക്കണം. അപ്പം 20 പ്ലസ് ഈ കോഷ്യൻ്റ് 1 ഈ 3നെ അതുപോലെ എഴുതുക. ശിഷ്ടം 1. അപ്പോൾ എത്ര? 21 1/3 എന്ന് കിട്ടും കേട്ടോ. ഇതങ്ങ് ഒരുപാട് ഇതായിട്ട് പറഞ്ഞ പോലെ അല്ലേ. മറ്റേത് ഞാൻ പറയാം. 3 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് രണ്ടാമത്തത് 4 1/3 ടൈംസ് 5 കണ്ടോ. അതായത് 4 1/3 ടൈംസ് എന്നല്ലേ ചോദ്യം. നോക്കാം. അതായത് 5 × 4 1/3 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പം നമുക്ക് ഈ മിക്സഡിനെ മാറ്റാം. 5 × 4 3 12 12 1 13/3 കണ്ടോ. അതിന് സംശയമില്ലല്ലോ. നോക്കിയേ 13/3 നോക്കിയേ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അപ്പോൾ 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 3 12 ശിഷ്ടം 1
അപ്പോൾ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4, ഈ 3 താഴെ 1. കണ്ടോ? അപ്പോൾ എത്ര വരും നോക്കിയേ? 5 4 20, 4ൽ 3 അല്ലേ? 4 20. ഇവിടെ നോക്കിയില്ല, 5 ഇൻറ്റു 4 1/3 ആണ്. ഈ 4 1/3 എന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി. ഇനി ഒന്നും ആലോചിക്കേണ്ട. 5 ഇൻറ്റു 13 65 ആണ്. 13 ഇൻറ്റു 5 65 ആണ്. ബൈ 3. 65നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 65നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6 ശിഷ്ടം 1 അല്ല 5 1 3 3 ശിഷ്ടം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരെ കിട്ടിയായിരുന്നു? 5 ഓൾറെഡി ഉണ്ട്. 5 ഇൻറ്റു 5ൻ്റെ എടുക്കണ്ടല്ലോ. 65/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21. നടി കോഷ്യൻ്റ് 21. പിന്നെ താഴെ തന്നിരുന്ന 3 അതുപോലെ തന്നെ 2. കേട്ടോ? ഇതിനെക്കാട്ടിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഡൗട്ടാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഡൗട്ടുള്ളവർ ഇപ്പോൾ ഈ പറഞ്ഞ രീതി ഏതാ? 5 ഇൻറ്റു 4 1/3 എന്ന് പറയുന്നത്. കേട്ടോ? അതെല്ലാം അറിയത്തില്ലെങ്കിൽ വിട്ടാലോ, ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ ആ മുമ്പ് ചെയ്ത രീതി തന്നെ. കേട്ടോ? ഏതാ? 5 ഇൻറ്റു 4 പ്ലസ് 1/3. മനസ്സിലായി? ഇങ്ങനെ ഇട്ടിട്ട് ഇതാകുമ്പോൾ തെറ്റത്തില്ല. 5 പോയിട്ട് 4ലേക്കാണ്. 5 ഇൻറ്റു 4 പ്ലസ് 5 പോയിട്ട് 1/3 കാണുക. 5 ഇൻറ്റു 1/3. കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റത്തില്ല. 5 ഇൻറ്റു 4 20 പ്ലസ് 5/3. ഇവിടെ നോക്കിക്കേ, 5/3 നോക്കിയേ, ന്യൂമറേറ്റർ വലുതും. അപ്പം നമ്മൾ എന്ത് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 3 3 ശിഷ്ടം 2. അപ്പോൾ എങ്ങനെ എഴുതും? 20 പ്ലസ് ഈ കോഷ്യൻ്റ് എഴുതുക 1, പിന്നെ 3നെ അതുപോലെ എഴുതുക, 2 താഴെ എഴുതുക. നോക്കിയേ, 1 ഈ 1നെ അപ്പോൾ ഇവിടെ കൂട്ടണം. 21 2/3 എന്ന് കിട്ടും. ഈ മെത്തേഡിൽ എനിക്ക് തോന്നുന്നു അപ്പോൾ തെറ്റത്തില്ല എന്ന്. കേട്ടോ? ഈ മെത്തേഡ് ചെയ്താൽ മതി. ഇതിലെ കണക്കുകളെല്ലാം ഈ ഒരൊറ്റ മെത്തേഡ് ചെയ്താൽ മതി. അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. 1.5 മൂന്നാമത്തെ അല്ലേ? 3 1.5 ടൈം 2/3 എന്നുള്ളത്. 1.5/2/3. അപ്പോൾ എങ്ങനെ എഴുതുമെന്ന് നോക്കൂ നിങ്ങൾ. 1.5 ടൈം എന്ന് വെച്ചാൽ ഇൻറ്റു അല്ലേ? എത്ര? 2/3. കണ്ടോ? 2/3. അപ്പോൾ നമുക്കിതിനെ നോക്കിയ മിക്സർ ഫ്രാക്ഷന് 1 ഇൻറ്റു 2 2 പ്ലസ് 1 3/2 ഇൻറ്റു 2/3. കണ്ടോ? ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. എന്താ? 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 3 6. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും ആൻസർ. കേട്ടോ? ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തെറ്റത്തില്ല. അടുത്തത് 2 1/2 ടൈം എന്നാണ് എഴുതിയേക്കുന്നത്. കേട്ടോ? ടൈംസ് മടങ്ങ് 5 1/2. അപ്പോൾ നോക്കിയേ, 2.5. അപ്പം 2 1/2 ടൈം എന്ന് വെച്ചാൽ ഇൻറ്റു 5 1/2. നോക്കിയേ, 2 ഇൻറ്റു 2 4, 4 1 5, 5/2 ഇൻറ്റു 5 2 10, 10 1 11/2, 11 5 55, 55/2 2 4. കണ്ടോ? ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായതുകൊണ്ട് ആ 55നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 4 4 15 എത്ര? 3 4 12 ശിഷ്ടം 3. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 13നെ ഫസ്റ്റിൽ എഴുതുക. ഇത് 4 ഡിവൈസർ താഴെ എഴുതുക. റിമൈൻഡറിനെ മുകളിൽ കൊടുക്കുക. ഇതാണ് ആൻസർ. കേട്ടോ? ഇനിയുണ്ടോ? ഇല്ല. ഇനി ഒരെണ്ണം ഉണ്ട് അല്ലേ? 2 അല്ലേ? 2.5 അത് ചെയ്തല്ലോ. 2.5 5 അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. ഇനി പിന്നെ പരപ്പളവെന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതിനകത്തിൽ ഈ പറയുന്ന പോലെ എന്നാൽ അതുകൂടെ അങ്ങ് പറയാം. അതിനകത്തിൽ ഒന്നുമില്ല നിങ്ങൾ. ഇവിടെ നോക്കിയേ, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്റ്റാങ്കിൾ. അതായത് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ആണല്ലോ. ഇതിൻ്റെ നമ്മളോട് ചോദിച്ച ഏരിയ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് നീളം ഗുണം വീതി അല്ലെങ്കിൽ L × B ആണ്. കേട്ടോ?
ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് L/B ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഫസ്റ്റ് ചോദ്യം ചോദിച്ചേക്കുന്നത് 3 സെൻറ്റിമീറ്റർ എന്താ ലെങ്തും, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നുണ്ട് ബ്രെഡ്ത്ത് എന്നും പറയുന്നുണ്ട് കേട്ടോ, നീളവും വീതിയും അത് മനസ്സിലാക്കുക, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, 3.25 സെൻറ്റിമീറ്ററും നമുക്കങ്ങനെ ചെയ്യാം. ഇനി അതിനായിട്ടൊരു ലിങ്ക് ഇടണ്ട അല്ലേ. നോക്കുന്നില്ല, പേജ് നമ്പർ 42 ഒന്നാമത്തെ ചോദ്യമാണ്. 3 1/4 സെൻറ്റിമീറ്ററും 4 1/2 സെൻറ്റിമീറ്ററും. നിങ്ങൾ നോക്കിയേ, ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത്. അതായത് L മീൻസ് ലെങ്ത് അല്ലെങ്കിൽ നീളം തന്നിട്ടുണ്ട്, 3 1/4 ആണ്. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4 1/2 ആണ്. ഇത് രണ്ടും മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. നമുക്കതിനെ മാറ്റാം. 3 × 4 12, 12 1, അപ്പോൾ നമുക്കതിനെ 13/4 എന്ന് എഴുതാം. ഇതിനെ എഴുതാം 4 × 2 8, 8 1 9, 9/2 എന്നും എഴുതാം. ഇനി നമ്മൾ പഠിച്ചത് റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ചതുരത്തിൻ്റെ ഏരിയ കാണുന്നത്. ഇതിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നാണ് കേട്ടോ, ഞാനിങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ = അതായത് ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തിരിച്ചാണ് നിങ്ങൾ എഴുതുന്നത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ = L/B ആണ്. L എന്ന് പറയുന്നത് 13/4 ആണ്. B എന്ന് പറയുന്നത് 9/2 ആണ്. കണ്ടോ, 13/4 9/2. ഇതിനെ എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം കേട്ടോ, 13/4 × 9/2. ഇതിന് നമുക്ക് 2 വിധത്തിൽ എളുപ്പം ചെയ്യാം. ഫസ്റ്റ് എങ്ങനെയാണെന്നറിയോ, ഈ 13ഉം ഈ 9ഉം മനസ്സിലാക്കണമെങ്കിൽ 13ഉം 9ഉം ഇങ്ങെടുക്കുക. 13 + 9, പ്ലസ് അല്ല ഇൻറ്റു, കാരണം എന്താ ഈ ഇൻറ്റു 13 × 9 മനസ്സിലാക്കണേ ഇൻറ്റു 2 × 4 8, അത് 1/8 എന്ന് കൊടുക്കുക. 2 × 4 8. ഇതൊരു എളുപ്പ വഴി പറഞ്ഞതാണ് കേട്ടോ. 13 ഏരിയ കാണാൻ ചോദിച്ചതുകൊണ്ടാണ്. L/B ആണ്. L-ഉം B-യും ഏത് രീതി വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ പേടിക്കേണ്ട. ഇതിനെ നേരിട്ട് ചെയ്താലും ആൻസർ കിട്ടും. 13 × 9 കിട്ടും, 4 × 2 8 കിട്ടും. അങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പവഴി പറഞ്ഞതാണ്. 13ഉം 9ഉം ഇൻറ്റു ചെയ്യുക, ഇൻറ്റു 1/8 വെച്ച് ചെയ്യാം കേട്ടോ. 13 × 9 117 ആണ്, ഇൻറ്റു 1/8 കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 117/8. 117നെ 8 കൊണ്ട് ചെയ്യുക. 117നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 8 8, 2 3 8 9 10 13 വരും അല്ലേ, 37 വരും. അപ്പം 4 8 32 ശിഷ്ടം 5. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? കോഷ്യൻ്റ് ഫസ്റ്റിൽ എഴുതുക 14, പിന്നെ 8 ഡിവൈസർ എഴുതുക, റിമൈൻഡർ എഴുതുക. ഇതാണ് വരുന്നത് കണ്ടോ. ഇനി അല്ലാതെ നിങ്ങൾക്ക് 13 × 9 വെക്കുമ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടും, 2 × 4 ഇവിടെയും കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ചോദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. L/B ആണ്, ലെങ്ത് × ബ്രെഡ്ത്ത് കേട്ടോ. അടുത്തത് 5.5 മീറ്ററും 6.25 മീറ്ററും കൂടി ചെയ്യുക. ലെങ്ത് എന്ന് പറയുന്നത് 5.5, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ, ലെങ്ത് എന്ന് പറയുന്നത് 5.25, കാലും അല്ല അല്ലേ, 1/3 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര? 6.25. 3/4 എന്ന് വെച്ചാൽ 3/4. അപ്പം L = ഇങ്ങനെ എഴുതുക, B = ഇങ്ങനെ എഴുതുക. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, മാറ്റുക. 5 3 15 1 16. L = 16/3, B = 6 4 24 3 27 6 4 24 24 3 25 26 27/4 കണ്ടോ, 27/4 കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് തന്നെയല്ലേ ചോദ്യം. ഓക്കെ, ഇനി എന്താ ഇതിന് L/B ആണ്. L എത്രയാണ്? 16/3 × 27/4
കണ്ടോ, ഒന്നുകിൽ നമുക്ക് നേരിട്ട് ഇൻഡു ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. കുഞ്ഞില്ല, ഒരു എളുപ്പവഴി ഞാൻ പറയട്ടെ. മുകളിൽ കിടക്കുന്ന സംഖ്യയെ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് നമുക്ക് വെട്ടി ചെയ്യാം. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്തോന്നറിയോ, ഈ 16-നകത്ത് ഈ 4 വരുന്നുണ്ടോ? ഉണ്ട്. 1 4 4 4 4 16. കണ്ടോ? ഇനി ഇതിനെ വീണ്ടും വെട്ടാം. 27-നെ 3-നകത്ത് വരുന്നുണ്ടോ? ഉണ്ട്. 1 3 3 9 3 അല്ലേ, 9 3 27. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി എന്തൊക്കെയുണ്ട് അവിടെ? നമ്മൾ ഇവിടെ ഒരു 4 കിട്ടി, ഇവിടെ ഒരു 9 കിട്ടി, ഇവിടെ ഒരു 1 കിട്ടി, ഇവിടെ ഒരു 1. ഈ 1 എടുക്കണ്ട. എന്താണ്? 4 × 9 എത്ര കിട്ടി? 9 4 36 കിട്ടി. ഏരിയ അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊരു എളുപ്പവഴിയാണ്. മനസ്സിലായെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് എളുപ്പമാവും. നിങ്ങൾ ടേബിൾ അറിയാവുന്ന കുട്ടികൾക്ക് ഇത് എളുപ്പമാണ്. കാരണം മുമ്പ് ചെയ്ത രീതി നിങ്ങളൊന്ന് നോക്കിയാൽ അത് വെട്ടി ചെയ്യാൻ പറ്റുമെന്ന്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. മുമ്പലത്തെ വെട്ടി ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയേ, ഇതിനെ വെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വെട്ടി ചെയ്യാൻ നമുക്ക് പറ്റും. വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക. നമുക്കൂടെ അടുത്തോടൊന്ന് നോക്കാം നിങ്ങളെ. 1/3 മീറ്റർ, 3/4 മീറ്റർ. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെങ്താണ്, ഇത് ബ്രെഡ്ത്താണ്. ലെങ്തും ബ്രെഡ്ത്തും. അപ്പോൾ ഇതിനെ നോക്കിയേ, L = 1 3 3 3 4/3 ആണ് അല്ലേ. ബ്രെഡ്ത്ത് എത്ര? 3/4. അപ്പോൾ L × B എന്ന് പറയുന്നത് 4/3 × നോക്കിയേ 3/4. ട്വിസ്റ്റ് ഉണ്ട്. എന്താ? മേളിൽ കിടക്കുന്ന സംഖ്യ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടി ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. നോക്കൂ നിങ്ങൾ, ഇവിടെ 3, ഇവിടെ 3, 1 3 3 1 3 3, 1 4 4 1 4 4. ആൻസർ നോക്കിയേ, ആൻസർ നിങ്ങൾ നോക്കിയേ. 1 × 1 1 ആണ് അവിടുത്തെ ആൻസർ കേട്ടോ. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ ആൻസർ. ഇത് എളുപ്പമല്ലേ? നിങ്ങൾ ഇത്രയും കിടന്ന് 4 × 3 12, 3 × 4 12, 12/12 1 തന്നെ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 4 × 3 12 അല്ലേ, 12. 4 × 3 12, 12/12 1. അങ്ങനെയും ചെയ്യാം. വെട്ടി ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ കേട്ടോ. അപ്പം ഇത് മതി കുഞ്ഞുങ്ങളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കണേ കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് പറയണേ. എളുപ്പമല്ലേ ഇത് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ 20/10 × 30/5 എന്ന് നമുക്ക് തരുവാന്ന് വെച്ചു. ഒരു എളുപ്പവഴി പറഞ്ഞ് മനസ്സിലാക്കണേ നിങ്ങളെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ തരുമ്പം വെട്ടി ചെയ്യാനെന്ന് പറയുന്നത് ടേബിൾ അറിയണം. ഇപ്പം നോക്കിയേ, ഇതിനെ ഇതുകൊണ്ട് വെട്ടാം, ഇതിനെ ഇതുകൊണ്ട് വെട്ടാം, ഇതിനെ ഈ മുകളിൽ കിടക്കുന്ന സംഖ്യകൾ കൊണ്ട് താഴെ കിടക്കുന്ന സംഖ്യയെ നമുക്ക് വെട്ടാം. അപ്പോൾ നോക്കിയേ, ഈ 20-നെ 10 കൊണ്ട് വെട്ടിക്കൂടായോ? അല്ലേ, വെട്ടിക്കൂടായോ? കാരണം എന്താ? 10 1 വെട്ടം, 20 2 വെട്ടം. 10ൻ്റെ ടേബിളിൽ അല്ലേ, 1 10 10, 2 10 20. ഇനി 5ഉം 30ഉം ഇത് രണ്ടും ഒരേ ടേബിളിൽ വരണം, എങ്കിലേ വെട്ടാൻ പറ്റൂ. 5ൻ്റെ ടേബിളിൽ 30ഉം വരും. 1 5 5, എത്ര 5 30, 6 5 30. മനസ്സിലായോ? മൊത്തം കൂടെ വെട്ടിക്കുളവാക്കല്ലേ കേട്ടോ. എളുപ്പവഴിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? 2 കൊണ്ട് 6 കൊണ്ട് 1 എടുക്കണ്ട. അപ്പോൾ 2 × 6 12 ആൻസർ. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് പഠിക്കുന്നവർക്ക് എളുപ്പമാണ്. കുറേ ട്രൈ ചെയ്യാമെങ്കിൽ ഇത് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്കങ്ങ് ചെയ്യാനുള്ള ഒരു ഇത് വരും കേട്ടോ. കാരണം അത്ര എളുപ്പമാണ് ഈ മെത്തേഡ്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.